പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖജനാവിന് 375 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് 2005 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ കൺട്രോളർ ഓഫ് ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടുപിടിച്ച ലാവ്ലിൻ അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അഴിമതി കേസ് ഈ കഴിഞ്ഞ ദിവസം 40ാമത്തെ തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചത്. ഈ കഴിഞ്ഞ ദിവസം കേസ് 111ാമത്തെ കേസായി ലിസ്റ്റ് ചെയ്തു. ആ കേസ് വന്നത് സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നീ രണ്ടംഗ ബെഞ്ചിൻ്റെ മുന്നിലാണ് വന്നത്. അതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 113ാമത്തെ കേസായിട്ട് വന്നിരുന്നു. അന്നും ഇതുപോലെ തന്നെ മറ്റ് കേസുകളുടെ വാദം നീണ്ടപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നു. അതിനെ തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 111ാമത്തെ കേസായി ഈ കേസ് വന്നു. അപ്പോഴും ഈ രണ്ടംഗ ബെഞ്ചിൻ്റെ അതിന് മുമ്പുള്ള കേസുകൾ നീണ്ടുപോയതിനാൽ അത് കേൾക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ ആ കേസ് 40ാമത്തെ തവണ വീണ്ടും മാറ്റിവെച്ചു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി കോടതി അവധിയെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഈ ലാവ്ലിൻ കേസ് വീണ്ടും പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. സുഹൃത്തുക്കളെ, ഈ കേസ് 40ാമത്തെ തവണ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അത് മാറ്റിവെക്കലിൻ്റെ ചരിത്രം പൂർണ്ണമായി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 40 തവണ മാറ്റിവെച്ചത് ബെഞ്ചിന് മുന്നിൽ വന്നപ്പോഴാണ്. ബെഞ്ചിന് മുന്നിൽ വന്നതിന് ശേഷം വിവിധ കാരണങ്ങളാൽ മാറ്റിവെച്ചതാണ് ഈ 40 തവണ. ബെഞ്ചിന് മുന്നിൽ വരാതെയും ഈ കേസ് ഏതാണ്ട് ഒരു 25-നും 30-നും ഇടയ്ക്ക് തവണ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് രജിസ്ട്രിയിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഡേറ്റ് ജനറേറ്റ് ചെയ്യും, പക്ഷേ ബെഞ്ചിന് മുന്നിൽ വരില്ല. അപ്പോൾ ഏതാണ്ടൊരു 60 തവണയിൽ കൂടുതൽ നേരിട്ടും പരോക്ഷവുമായും ഈ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ മാറ്റിവെക്കാനിടയായ സാഹചര്യം എന്താ? സുപ്രീം കോടതിയിലേക്ക് കേസ് വരാനുള്ള സാഹചര്യം എന്താ? അതുകൂടി ചുരുക്കം വാക്കുകളിൽ ഞാനൊന്ന് പറയാം. നമുക്കറിയാം, ഈ കേസ് 2013 തിരുവനന്തപുരത്തെ CBI കോടതി ഈ കേസ് പരിഗണിക്കുകയും ഈ കേസിലെ പ്രതികളുടെ ഡിസ്ചാർജ് പെറ്റീഷൻ വിശദമായി വാദം കേട്ട കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളെയും SNC ലാവ്ലിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ക്ലോസ് ട്രെൻഡൽ, പിണറായി വിജയൻ അവരുൾപ്പെടെ എല്ലാവരെയും 2013 CBI കോടതി വെറുതെ വിട്ടു. അതിനെ തുടർന്ന് അതിനെതിരായിട്ടുള്ള അപ്പീല് പിന്നീട് 3-4 വർഷക്കാലം ഹൈക്കോടതിയിൽ കിടന്നു. 7 ജഡ്ജിമാർ പിന്മാറി. 2017 P. ഉബൈദിൻ്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 3 പേരെ ആ കേസിൽ നിന്ന് കുറ്റമുക്തരാക്കുകയും മറ്റ് 3 പേർ വിചാരണ നേരിടണം എന്ന് പറയുകയും ചെയ്തു. അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അന്ന് ഊർജ്ജ വകുപ്പ് മന്ത്രിയായിരുന്ന K. മോഹനചന്ദ്രൻ, അതുപോലെ തന്നെ ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന A. ഫ്രാൻസിസ്, ഇവരെ 3 പേരെയും വെറുതെ വിടുകയും കീഴ് ജീവനക്കാരായിട്ടുള്ള 3 പേര്, അതായത് കസ്തൂരിരംഗ അയ്യർ, അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു, അതുപോലെ രാജശേഖരൻ നായർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്സിൻ്റെ മെമ്പറായിരുന്നു അദ്ദേഹം, അതുപോലെ തന്നെ R. ശിവരാജൻ എന്ന് പറയുന്ന KCBയുടെ അന്നത്തെ കാലത്തെ ചെയർമാൻ, ഈ 3 പേരും വിചാരണ നേരിടണമെന്നും പിണറായി വിജയനും K. മോഹനേന്ദ്രനും A. ഫ്രാൻസിസും കുറ്റമുക്തരാണെന്നും 2017 ഓഗസ്റ്റ് 27 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിപ്പിക്കുക. അതിനെതിരെ 2017 ഒക്ടോബർ 10 ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള CBI സുപ്രീം കോടതിയിൽ അതിനെതിരായിട്ടുള്ള അപ്പീൽ സമർപ്പിച്ചു. ആ അപ്പീലാണ് 6 വർഷവും 7 മാസക്കാലം കഴിഞ്ഞിട്ടും സുപ്രീം കോടതിയിൽ ഇത് നീങ്ങി പോകുന്നു. ഒരു കാരണമല്ലെങ്കിൽ വേറൊരു കാരണം പറഞ്ഞ് നീങ്ങിപ്പോകുന്നു. ഇനിയിപ്പോൾ അവധി കഴിഞ്ഞിട്ട് മാത്രമേ ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ഈ കേസ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് എതിരായിട്ടുള്ള കേസാണ്. സ്വാഭാവികമായും അങ്ങനൊരു കേസ്, ഒരു നിർണായകമായിട്ടുള്ള കേസ് വരുമ്പോൾ ആ കേസിൽ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള നടപടികൾ രാഷ്ട്രീയമായും നിയമപരമായും നടപ്പിലാക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ എതിർപ്പാളയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. അപ്പോൾ പിണറായി വിജയനെതിരായിട്ട് കേസ് വന്നു. സ്വാഭാവികമായി ഈ കേസിൽ നിയമ നടപടികൾ ത്വരിതപ്പെടുത്തുക, ഈ കേസിൽ പിണറായി വിജയനെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണല്ലോ ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസും BJPയും ചെയ്യേണ്ടത്. എന്നാൽ ഈ കേസ് സുപ്രീം കോടതിയിൽ ചെന്ന സമയം മുതൽ ഇന്നുവരെ ഈ കേസിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന CPMൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയും
BJP എന്ന് പറഞ്ഞ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാര്യകാരണ സഹിതം നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിൽ ആദ്യം ഞാൻ BJPയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം എന്താ, 2014 മുതൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി BJPയാണ്. 2014 മുമ്പാണ് കോൺഗ്രസ് അധികാരത്തിൽ. 2014 ശേഷമാണ് 2017 ഈ കേസ് സുപ്രീം കോടതിയിൽ വരുന്നത്. 2017 ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 6 വർഷക്കാലം 6 വർഷവും 7 മാസമായി ഈ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെടുകയാണ്. ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സ്ഥിതി? CBI ആണ് അപ്പീൽ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും CBI എന്ന് പറയുന്നത് മോദി സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസി അന്വേഷണമെല്ലാം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ച് ആ കുറ്റപത്രത്തിൽ വിചാരണ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഡിസ്ചാർജ് പെറ്റീഷൻ നൽകുകയും ആ ഡിസ്ചാർജ് പെറ്റീഷൻ അംഗീകരിച്ചുകൊണ്ട് CBI കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിടുകയും ചെയ്തതിനെതിരെ CBI കൊടുത്ത അപ്പീലിന്മേൽ പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ ഹൈക്കോടതി 2017 കുറ്റമുക്തരാക്കുകയും ആ കുറ്റമുക്തരാക്കിയതിനെതിരെ CBI സുപ്രീം കോടതിയിൽ കൊടുത്ത അപ്പീലാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ ഇനി അന്വേഷണത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. ഇനി ഈ അപ്പീലിനെതിരെ CBI സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുകയും ആ കേസ് അനുകൂലമായോ പ്രതികൂലമായോ തീരുമാനിക്കപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള നിയമപ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? 3 കീഴ് ജീവനക്കാർ വിചാരണ ചെയ്യപ്പെടണമെന്ന് പറയുന്നു. നയതീരുമാനങ്ങൾ എടുത്ത 3 ഉന്നതരായിട്ടുള്ള മന്ത്രി ഉൾപ്പെടെയുള്ളവരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും വെറുതെ വിടുന്നു. അപ്പോൾ ഇതിനകത്ത് വളരെ ലളിതമായിട്ടുള്ള ഒരു നിയമപ്രശ്നം മാത്രമാണ് ഇതിനകത്ത് കിടക്കുന്നത്. കീഴ് ജീവനക്കാർ നയം നടപ്പിലാക്കുന്നവരാണ്. അവരെ വിചാരണയ്ക്ക് വിടുമ്പോൾ സ്വാഭാവികമായും അത് തീരുമാനിച്ചവരെയും വിചാരണയ്ക്ക് വിടണ്ടേ? വേണോ വേണ്ടയോ? അവരെ വിചാരണയ്ക്ക് വിടണോ വേണ്ടയോ? ഈ ലളിതമായിട്ടുള്ള ഒരു നിയമപ്രശ്നം മാത്രമാണ് സുപ്രീം കോടതിക്ക് പരിഗണിക്കുക. സ്വാഭാവികമായും CBI ഇതിനകത്ത് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം CBIക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ CBI എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വാദം നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ കഴിഞ്ഞ 6.5 വർഷക്കാലമായി പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് BJP കഴിഞ്ഞ 6.5 വർഷക്കാലമായി സുപ്രീം കോടതിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ തങ്ങളുടെ എതിർപാളയത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണെങ്കിലും ആ നേതാവിനെ ഒരു അഴിമതി കേസിൽ രക്ഷിക്കുക എന്നുള്ള നിലപാടാണ് CBI സുപ്രീം കോടതിയിൽ എടുത്തിരുന്നത് എന്ന് വ്യക്തം. ഇനി കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കാൻ കഴിഞ്ഞ 6.5 വർഷക്കാലത്തിനിടയിൽ ശ്രമിച്ചിട്ടേയില്ല. ഈ കേസ് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് വല്ലപ്പോഴുമൊക്കെ വല്ല നേതാക്കന്മാരും എന്തെങ്കിലും പ്രസ്താവന നടത്തി പോകുന്നതല്ലാതെ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി BJP സുപ്രീം കോടതിയിൽ CBIയിലൂടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കാനോ അവരുടെ നിന്ന് പ്രതിഷേധം ഉയർത്താനോ പ്രതിരോധം ഉയർത്താനോ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായിട്ടില്ല. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് ഇതൊരു വലിയ വിഷയമാക്കി ഉന്നയിച്ചിട്ടില്ല. 2, കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള VM സുധീരൻ 2017 തന്നെ ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ആ പോയ സുധീരൻ കഴിഞ്ഞ 6.5 വർഷക്കാലമായി ഈ കേസിൽ ഒരു എയർലി ഹിയറിംഗ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല സുഹൃത്തുക്കൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന വിവാദ ദല്ലാള് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചിട്ട് എണ്ണി പറയുകയുണ്ടായി. ആ കാര്യങ്ങൾ പോലും VM സുധീരൻ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സുധീരൻ ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഈ കേസിൽ CBI കേസ് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള വാദം കോൺഗ്രസ് പൊതുമണ്ഡലത്തിൽ ഉയർത്തിയിട്ടില്ല. കോൺഗ്രസ് ഇതിൻ്റെ നിയമ നടപടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അപ്പോൾ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPMൻ്റെ നേതാവ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പൊതുജനമെല്ലാം വിശ്വസിക്കുന്ന ഈ ഒരു വിഷയത്തിൽ CPMോ കോൺഗ്രസോ BJPയോ പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നിരന്തരമായി BJPയും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്.